ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ കൊമ്പിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകൾ നമുക്ക് കാണാം. ചില കൊമ്പുകൾ ഉയരത്തിൽ നിന്ന് വിട്ട് നിലത്ത് വീണ് കിടക്കുന്നു. അവ ഫലം കായ്ക്കുന്നില്ല. അതുകൊണ്ട് തോട്ടക്കാരൻ ആ കൊമ്പുകൾ ഉയർത്തി ഉയർന്ന സ്ഥലത്ത് വയ്ക്കുന്നു. അപ്പോൾ അത് ഫലം കായ്ക്കാൻ തുടങ്ങുന്നു. ഫലം കായ്ക്കുന്ന കൊമ്പുകളിൽ തോട്ടക്കാരൻ വളരെ സന്തുഷ്ടനാണ്. വള്ളിയിൽ വസിക്കുന്നതിനാലാണ് കൊമ്പുകൾക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്. മുന്തിരിവള്ളി കർത്താവായ യേശുക്രിസ്തുവാണ്. കൊമ്പുകളാകട്ടെ അവനിൽ വിശ്വസിക്കുന്നവരെ പ്രതിനിധീകരിക്കുന്നു. അവൻ കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം ഭൂമിയിൽ കർത്താവിന് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവൻ ദൈവമായിരിക്കെ മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപം മോചിക്കപ്പെടും. അവർ രക്ഷിക്കപ്പെടുന്നു. നിങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളായി തീർന്ന് ഫലം കായ്ച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.